പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ലൈവിൽ വരാൻ കാരണം ഇപ്പോൾ കേരളത്തിൽ വളരെ കൂടുതലൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. അതായത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ആ മനുഷ്യനെ അങ്ങ് കൊല്ലേ, അതിക്കുള്ളൊന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ആരുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ഒരുപാട് പെണ്ണുങ്ങളെടുത്ത് വെച്ച് ആനി രാജ ഇന്നിപ്പോൾ അവിടെ തുറന്നിരിക്കുക. ഡൽഹി വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺപിള്ളേരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. അന്നിവിടെ വായിലെന്തമായിരുന്നു ആനി രാജയുടെ? ഇന്നാണോ അവർക്ക് തോന്നിയത്? പോട്ടെ, അത് പോട്ടെ. കേരളത്തിൽ തന്നെ ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ അടുത്ത് പ്രേമവും നടിച്ചോ എന്തോ അല്ലെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ അവൻ്റെ അടുത്ത് വന്ന് വശീകരിച്ചാൽ അവൻ മഴങ്ങും. അവൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, അല്ലെ ഒരു വിധത്തിലും അതിക്രമം കാണിച്ച് പിടിച്ചു കെട്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രശ്നമാണിത്. ഈ പെണ്ണ് ഇപ്പോൾ ഈ സംഭവം എടുത്തു പറയാൻ കാര്യം എന്തുവാ? അതിൻ്റെ ഉദ്ദേശം കോൺഗ്രസ്സുകാരുടെ, അതായത് വി.ഡി. സതീശൻ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമാണ് അംഗവും കാണാൻ താളി ഒഴിക്കാം. അതായത് രണ്ടും ഒരുപോലെ ഒരൊറ്റ വെട്ടിന് രണ്ട് ഇതെന്ന് പറഞ്ഞ പോലെ, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാം. അത് നേരത്തെ തന്നെ ഇവരെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനൊരു സാഹചര്യം നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയെ ഇറക്കിയിട്ട് ആ കസേര ഇരിക്കാൻ നോക്കിയിരുന്ന പല കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നും പാർട്ടിയിൽ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ അറിയാം. ആ ഒരു ദരിദ്രവാസി ആ ചെങ്ങന്നൂർ പോലും ഡി വിജയകുമാറിനെ നിർത്താൻ നിന്നിടത്ത് വേറൊരു മനുഷ്യരെ കൊണ്ട് നിർത്തി, അവൻ്റെ ശിങ്കിടിയെ കൊണ്ട് നിർത്തി. ആ ശിങ്കിടി മാവലിക്കാരനാണ്. അവൻ അവിടെ നിന്നാ ജയിക്കത്തില്ല. എന്നിട്ട് ആ ചെങ്ങന്നൂർ കൊണ്ടുവന്നേക്കുന്നത്. എന്നിട്ട് എന്തു പറ്റി? അതുപോലെ തന്നെ ഇതും പറ്റും. പോട്ടെ, വി.ഡി. സതീശൻ ഇതിപ്പോൾ പൊക്കിക്കൊണ്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? ഈ പെൺകൊച്ച് വി.ഡി. സതീശൻ്റെ ഏറ്റവും അടുത്ത ആളിൻ്റെ മോളാണ്. ശരി, അതൊക്കെയാ. അതുകൊണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല. അവളൊരു കംപ്ലൈൻറ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച്. അവിടുന്ന് തുടങ്ങി അവളെ ഗർഭിണിയാണെന്നും അബോർഷൻ ചെയ്യാൻ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിച്ചെന്നും, എന്നിട്ട് ഞാൻ അബോർഷൻ ചെയ്യത്തില്ല. പക്ഷെങ്കിൽ ഈ സംസാരം ഒന്ന് മാങ്കൂട്ടത്തിൻ്റെ സൗണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റേ സൗണ്ട് ആ പെണ്ണിൻ്റെതല്ല. അല്ലെ നിങ്ങൾ നോക്കൂ, വേണ്ട. ഏതായാലും ഹോണ്ടെ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ ഓക്കെ. ഏതായാലും കൊള്ളാം, വി.ഡി. സതീശൻ അങ്ങ് പൊക്കിയെടുത്തെല്ലാം കൂടെ എടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം. കാരണം കോൺഗ്രസ്സിന് നാണക്കേടാണ്. കാരണം കോൺഗ്രസ്സിലെ എല്ലാവരും പരിശുദ്ധന്മാരും നീതിമാന്മാരുമാണ്. ഒരു പെണ്ണുങ്ങളെപ്പോലും നോക്കിയിട്ടില്ലാത്തവരാണ്. ഈ വി.ഡി. സതീശൻ്റെ ഞാൻ പറയാൻ വരിക, ഈ വി.ഡി. സതീശന് ഒരു പെണ്ണുങ്ങളും നോക്കിയിട്ടില്ല. ആ പെൺകുച്ചിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് കേക്ക് മുറിക്കുക, രണ്ടുകൂടെ വായി വെച്ചുകൊണ്ട് കൊടുക്കുക, ബർത്ത്ഡേ ആഘോഷിക്കുക. ഇവക്ക് അപ്പനും അമ്മയൊന്നും ഇല്ലയോ? അവരുടെ വീട്ടിൽ പോയി നീ അവരുടെ കൂടെ ഈ കേക്ക് അവിടെ കൂടെ നിന്ന് കട്ട് ചെയ്യടാ. എന്നിട്ട് വേണ്ട, വേറൊരു ഫോട്ടോ വി.ഡി. സതീശൻ്റെ മുന്നിൽ ഇവിടെ കാണിക്കുന്നത് ഒരു വലിയ മാങ്ങ, മുഴുത്ത മാങ്ങ കയ്യിലെടുത്ത് വെച്ചിട്ട് കാണിക്കുക. ഇത്രയും വലിപ്പമുണ്ടെന്ന് ഞാൻ അതേ പറയത്തുള്ളൂ. ഇത്രയും വലിപ്പമുണ്ടെന്നുള്ള പറയുന്നത്. അല്ല, കൈ കാണിച്ചതിൻ്റെ അർത്ഥം
ഞാൻ 10-78 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. ഓരോന്ന് കാണിക്കുന്നതും കേൾക്കുന്നതും കണ്ടും കേട്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്. പോട്ടെ, ഏതായാലും കൊള്ളാം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടവും കൂടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അവൻ്റെ കാര്യം പറയാമെന്ന് പറയേണ്ട കാര്യമില്ല, പത്രക്കാരെ പറഞ്ഞു വിട്ടു. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു MLA അവൻ എന്ത് തെറ്റിയാലും അവൻ്റെ കാര്യം പറയാൻ അവന് അധികാരമില്ലയോ? അവൻ നിൻ്റെ അടിമയാണുള്ള താവിളി. നിനക്ക് നാണമില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഈ ഇപ്പം രാഹുലിൻ്റെ ബർത്ത്ഡേക്ക് ഒപ്പിച്ച് വെക്കുന്ന എന്താണെന്നറിയാമോ? ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാ അപ്പൻ ഉദ്യമായവൻ. അല്ലെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ ഈ വീഡിയോ ഷോന് ഇത്രയും കീബോർഡുമായിട്ട് ഇത്ര അടുപ്പം എന്തുവാ? എൻ്റെ കൂട്ടുകാരൻ്റെ മോളാ. ഇപ്പോൾ പാവത്തിന് നിങ്ങൾ ഉദ്ദേശിക്കണ്ട, നിങ്ങൾ ഈ പ്രാവശ്യം ജയിക്കുമെന്നൊന്നും ഉദ്ദേശിക്കണ്ട. ഇനി വേറൊരു കാര്യം കൂടെ, വീഡിയോ ഷോൻ്റെ ഈ കള്ളക്കളി, ഈ ഒടുക്കലത്തെ കള്ളക്കളി മനസ്സിലൊന്നും പ്രവൃത്തി ഒന്നുമാണ്. നിങ്ങൾക്കറിയാം, കിറ്റക് സാബു കേരളത്തിൽ 3200 കോടി രൂപയുടെ പ്രൊജക്റ്റ് നടത്താൻ നിന്നാണ്. ഒരു 5-6 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. കിറ്റക് സാബു കൊച്ചി തെലങ്കാനയിൽ പോയി ഫാക്ടറിയുടെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ 3200 കോടിയുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നാണ്. പക്ഷെങ്കിൽ അതിനു മുമ്പ് തന്നെ AK ആന്റണി മുഖ്യമന്ത്രിയായ ദിവസം അന്ന് രാത്രി തന്നെ കിറ്റക്സിൽ റെയ്ഡ് നടത്തി. അത് കഴിഞ്ഞിട്ട് സ്ഥിരം ആളിനെ അങ്ങ് നിയമിച്ചു, PT തോമസ്. PT തോമസ് ഒരു ദിവസം പറയാം, അവിടെ വെള്ളം കൊടുക്കുന്നില്ല, ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അതില്ല. ദിവസവും അതിൻ്റെ കൂടെ ശ്രീനിജനും കൂടെ 2 കൂട്ടരും കൂടെ കിറ്റക്സിനെ അങ്ങ് അവിക്കുക. അവരുടെ പണി നടക്കത്തില്ല, അവർക്ക് നഷ്ടം വരുത്തുക ഉദ്ദേശം. എങ്ങനെയെങ്കിലും ഇട്ടച്ച് പോകണം, നശിക്കണം. എന്നിട്ട് എന്ത് പറ്റി? നിങ്ങൾ തന്നെ മറ്റേതെടുത്ത് വായി വെച്ചു. അവൻ്റെ കാര്യം നോക്കി അവനൊക്കെ പോയി. വല്ല കിട്ടിയോ? ഇപ്പം വിശേഷം പെരിയെ പോയി കാല് പിടിച്ചിരിക്കുക സാബു ജേക്കബിൻ്റെ. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് പോലും തരാം. എവിടാ ഇനി? ഏത് സിറ്റിംഗ് സീറ്റാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത ഉള്ളത്? അപ്പോൾ വിശേഷറിയാം, മിക്കവാറും ഒക്കെ കിട്ടാതെ പോവും. അപ്പം സാബു ജേക്കബിനെ നിർത്തിയാൽ അവൻ്റെ ആൾക്കാർ ജയിക്കും. അപ്പം ഭരണം പിടിച്ചടിക്കാം, ഞങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് മന്ത്രി കസേര എടുക്കാം, ഞങ്ങളുടെ കൺട്രോൾ കിറ്റക്സും വരും. നിങ്ങളെ വ്യാമോഹമാണ്. കിറ്റക് സാബുവിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കിറ്റക് സാബു നിന്നെക്കാളൊക്കെ വിദ്യാഭ്യാസവും അറിവും ലോകവും പരിചയമുള്ളവനാണ്. അവൻ ഈ ബിസിനസ്സിൽ കയറിയിട്ട് അധികം നാളൊന്നും ആകുന്നില്ല ഒന്ന് ചിന്തിക്കണ്ട. അവൻ ചെറുപ്പം തൊട്ട് എന്തൊക്കെ ജോലി ചെയ്താ ഈ കിറ്റക്സിൽ അപ്പൻ്റെ കൂടെ ജോലി ചെയ്തെന്നറിയാമോ? അതുകൊണ്ട് മക്കളാ വെള്ളം ഊറ്റി വെച്ചേരെ. ഞാൻ ഇപ്പോഴേ പറയാം, കിറ്റക് സാബു നിങ്ങളുടെ കൈ വരത്തില്ല. ആ വെള്ളം വാങ്ങി വെച്ചേരെ. എന്തുകൊണ്ട്? ഞാൻ സതീശനോട് ചോദിക്കുക, നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചപ്പോൾ രാഹുലിൻ്റെ കാര്യം പറയാനുള്ള അവസരം കൊടുത്തില്ല. എന്തുകൊണ്ട് നിഷേധിച്ചു? സത്യം എന്തെങ്കിലും പുറത്തു വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ രാഹുലിന് അവസരം കൊടുത്തില്ലെങ്കിൽ രാഹുൽ അത് വിളിച്ചു പറയത്തില്ലയോ? രാഹുൽ പത്രസമ്മേളനം വിളിച്ചാൽ പത്രക്കാർ വരത്തില്ലയോ? വരും. എന്തെങ്കിലും ഈ ഇലക്ഷന് മുമ്പായിട്ട് സത്യാവസ്ഥ പുറത്തു വരും.
നിങ്ങൾ ആരും അങ്ങനെ ആരെ കൊച്ചാക്കണ്ട. വേണുഗോപാലിൻ്റെ ഭാര്യയൊറ്റ പറഞ്ഞെന്ന് പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഇനി ഒക്കുമോന്ന് ഏതാണ്ടൊരു ഒരു വാക്ക് പറഞ്ഞെന്ന് വേണുഗോപാലിൻ്റെ ഭാര്യ. വേണുഗോപാലിൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ഏതായാലും കൊള്ളാം. വെളിയിൽ നിന്ന് ഇറങ്ങണ്ട, അകത്തിരുന്നാൽ മതി. അങ്ങനാണല്ലോ. അത് നിങ്ങൾക്ക് എന്തിനാ പേടിക്കണ്ടേ? പിണറായി വിജയൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നില്ലയോ? പാദയാത്രയ്ക്ക് പൊതുസ്ഥലം ഞങ്ങൾക്ക് ഉള്ളതാണെന്ന്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് പുള്ളി പറഞ്ഞതെന്ന് മാത്രം. നിർത്തുന്നു.